കാട്ടിലെത്തി. നല്ല ക്ലൈമറ്റ്, മനസ്സിന് തന്നെ ഒരു സന്തോഷമാണ് ഇതുപോലുള്ള സ്ഥലത്തൂടെയൊക്കെ പോകുമ്പോൾ. പക്ഷേ മൃഗങ്ങളെ ഒന്നും കാണാനില്ല. മൃഗങ്ങളെയും കൂടി കണ്ടാൽ സെറ്റാകാൻ ഒന്നുമില്ല പുറത്ത്. ആനയില്ല, കടുവയില്ല, ഒരു സാധനമില്ല. എന്തെങ്കിലും കണ്ടാൽ അതൊരു സമാധാനമായിരുന്നു. ഇവിടെ ഉണ്ട് കേട്ടോ പൈസ ചോദിക്കുന്നോല്. പ്രസാദമൊക്കെ കൊടുക്കുന്നുണ്ട്. നല്ല ഐറ്റിങ്ങളാട്ടോ ഐറ്റികൾ. എന്താ മക്കളെ സീന്, എന്താ പേര് പറയാ. ഇടയ്ക്കിടയ്ക്ക് എല്ലാവരും ഒന്ന് യാത്രയൊക്കെ ചെയ്യാം. വലിയ ബഡ്ജറ്റൊന്നും ഇല്ലാത്ത ചെറിയ യാത്രയും പോയാൽ മതി. കർണാടകയും തമിഴ്നാടും തന്നെ പോയാൽ മതി. ഇവിടെ അടുത്ത് തന്നെയുള്ള സ്ഥലമല്ലേ. നല്ല സീനറി രണ്ട് സൈഡിലും. എന്താ ഇപ്പം പറയുക, കേരളത്തിലില്ല നല്ല കേട്ടോ കാഴ്ചകളൊന്നും. അതിൽ നിന്ന് മാറ്റമായിട്ടുള്ള ചെറിയ ചെറിയ സ്ഥലങ്ങൾ കാണൂലേ. വ്യത്യസ്തമായ ആൾക്കാർ, ബിൽഡിങ് വേറെ രൂപത്തിൽ, കോലത്തിൽ, ഭാവത്തിൽ, ഓരോ ഡ്രസ്സ്. ഓരൻ്റെ മുറ്റത്ത് തന്നെ നമ്മളൊക്കെ ആണെങ്കിൽ ചെയ്യുക വലിയൊരു കാർ പോർച്ച് ഉണ്ടാക്കുകയല്ലേ ചെയ്യുക. ഇവിടെ ഉള്ളത് നമ്മളിതാണ് ആടിനെയും പശുവിനെയും കെട്ടുന്ന ആലകൾ. ഇനി ആടെയും സ്ഥലമില്ലെങ്കിൽ ഡൈനിങ് ഹാളിൽ കൊണ്ടുവച്ച പശുവിനെ കെട്ടും. ഷാണോനൊക്കെ നല്ല വൃത്തിക്ക് കാണാം. ബെഡ്റൂം കുത്തിരിച്ചാൽ ഏത് കോലത്തിലാണ് വരുന്നതെന്ന്. അങ്ങനെയൊക്കെയാണ് ഇവിടെ. നമ്മുടെ നാട്ടിലാണെങ്കിൽ വലിയൊരു കാർ പോർച്ച് ഇങ്ങോട്ട് ഉണ്ടാക്കും. ആടെ 2 കാറുമായിട്ട് വാങ്ങിയിടും. ഇവിടെ ലൈറ്റിങ്ങൾ പൈസ ഇല്ലായിട്ടാണ്. എന്നാലും എന്തായാലും നല്ല രസമുണ്ട്. ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മുടെ നാട്ടിലുള്ളവർ ഓരോ ഇത് റൂമിന് വലിപ്പം പോരാ, അലമാറിക്ക് വലിപ്പം പോരാ, കുറച്ചും കൂടി നീട്ടണം. നീട്ടി മറ്റവൻ്റെ പറമ്പിൻ്റെ അതിര് വരെ എത്തിക്കും പരമാവധി. വേണമെങ്കിൽ മാറ്റി അങ്ങോട്ട് ഉണ്ടാക്കുകയും ചെയ്യും. ജോലിയായിട്ട് അതിര് തർക്കാം. സ്ഥലം കുറച്ചുകൂടി വേണം വന്നിട്ടേ അവർക്ക് വലിപ്പം പോരായിട്ട് ഓലയൊക്കെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരും. ഇവിടെ ഉള്ള പോലെ ജീവിതം കാണിച്ചു കൊടുക്കണം. ഒരു വീട്ടിൽ തന്നെ 10ഉം 15ഉം ആൾക്കാർ, അതും ഗുഡ്സ് മുറിയിൽ. അതിൻ്റെ ഉള്ളിൽ തിരുമ്പുന്ന, അടിക്കുന്ന, തുടയ്ക്കുന്ന എല്ലാം ഇവിടെ ഉണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലുള്ളവർക്ക് വലിപ്പം പോരാന്നുള്ള പ്രശ്നങ്ങളാണ്. നല്ല ആടും കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ആടിൻ്റെ ആൾക്കാരാരെൻ്റെ ഇങ്ങോട്ട് വന്നോളൂ കർണാടകക്ക്. എന്താ പാവാകാട് താമക്കൂര്. ഇപ്പം ഏകദേശം ഒരു 300-350 കിലോമീറ്റർ ഓടി. എന്താ ബൊമ്മനഹള്ളി. നമ്മളെ റൂട്ട് മാപ്പ് തെറ്റാന്നോ അതോ ഞാൻ തെറ്റായിട്ട് ഓടിക്കാന്നോ ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ പഠിച്ചോനെ. ഇനിയും 5 മണിക്കൂറാണ് കാണിക്കുന്നത്. 332 കിലോമീറ്റർ ഉണ്ട്. ദൂരം ഓരോ കിലോമീറ്റർ കഴിയുമ്പോൾ കൂടുകയാണോ ചെയ്യുന്നത്? ഫുള്ള് ചെമ്പരിയാടാന്നല്ലോ. 10-20 എണ്ണം ഉണ്ടാവും ഏകദേശം. എന്താ 2 ചെക്കന്മാർ പോകുന്ന മിസൈലും കാലിൻ്റെ ഇടയിൽ വെച്ചിട്ട് നല്ല പോക്കാം. ഞാൻ തന്നെ പോകുന്നത് 100-ലാണ്. അപ്പോൾ അൾസറുമായിട്ട് അന്നപ്പോൾ എത്രയിലായിക്ക് ഏകദേശം ഉണ്ടാകും? നിങ്ങളൊന്ന് ഗസ് ചെയ്ത് നോക്കി. മിസൈലാന്ന ചെക്കന്മാരെ വിചാരം. താം തരക്കിടതോ അടച്ചോനെ. ഏറ്റികളെല്ലാം കൂടി കഥകളി തുള്ളി ഇഞ്ച വണ്ടീൻ്റെ ഉള്ളിൽ കന്ന് ചാടുവോ? മീശയൊക്കെ ഉള്ള പെണ്ണാട്ടോ അത്. പാത്തുകൾ അധികം നിർബന്ധിക്കുന്നൊന്നുമില്ല കേട്ടോ. പാത്തുങ്ങളാ ചിലവരുണ്ട് വിളിച്ച അലമ്പയക്കാളൂ. പൈസക്ക് വേണ്ടിയിട്ട് അതൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വന്ന് കൊടുത്തില്ല എന്ന് കണ്ടാൽ ഓരങ്ങ് പോകുന്നുണ്ട്. ഒച്ചയും വിളിയും നായാട്ടൊന്നുമില്ല. ഒന്ന് യൂറിൻ പാസ് ചെയ്യാനും കൂടി പറ്റാത്ത അവസ്ഥയാണ്. കയറിയ തന്നെ സൈഡാക്കാനോ നിർത്താനോ ഒന്നും പറ്റൂല. ഡയറക്റ്റ് പോയിക്കൂടാ. നിർത്തിയാൽ ഒന്നെങ്കിൽ ഫൈന് അല്ലെങ്കിൽ വേറെന്തെങ്കിലും അലമ്പുണ്ടാണ്ടാലോ. വെറുതെ നമ്മളായിട്ട് തന്നെ നാട് വിട്ട് വന്നിട്ട് അടിയും വാങ്ങി പൊരുക്കുന്നു. എന്തായാലും റോഡ് സൂപ്പറാണ്. പക്ഷേ യൂറിൻ പാസ് ചെയ്യാനിട്ടുണ്ടെങ്കിൽ കുടുങ്ങി. പിന്നെ സർവീസ് റോഡൊക്കെ കട്ട് ചെയ്ത് പോയി പിന്നെ തിരിഞ്ഞ് മറിഞ്ഞ് വരണം. ഹലോ, നല്ല സപ്പോർട്ടാട്ടോ. അതാ സീനല് വണ്ടി നിർത്തുമ്പോഴത്തേക്ക് തന്നെ 3-4 ആൾക്കാർ നിർത്തി ഭയങ്കര രോഗ്യം പറിച്ചിലും കാര്യങ്ങളും.
ID ഫോളോ കാര്യങ്ങളൊക്കെ ജോലി ചെയ്ത് ഭക്ഷണം വേണേ കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച്. നമ്മൾ സമയമില്ലാത്തതിനെ കൊണ്ട് അധികം നിന്നാൽ ഇപ്പോൾ ഇത് തന്നെ ഇപ്പോൾ അമ്പിയിലെത്തണമെങ്കിൽ നേരെ അമ്പിയിലേക്കാണല്ലോ, അമ്പിയിലെത്തണമെങ്കിൽ ഒരു നേരമാവും. ഒരു കുറേ നിർബന്ധിച്ചിട്ടോ അവര്. നല്ല ഐറ്റങ്ങളുണ്ട്. മറ്റേ നമ്മൾ കർണാടകക്കാരെ കണ്ടാൽ എന്താ പറയുക, ഒരു റഫ് മൂടാന്ന്. പക്ഷേ നല്ല ഐറ്റങ്ങളാണ്, കൂട്ടത്തിൽ നല്ല ഉണ്ടാകുമല്ലോ. ഞാൻ പറഞ്ഞു ഭക്ഷണമൊക്കെ വണ്ടിയിൽ തന്നെ ഉണ്ടാക്കി തിന്നാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നാൽ ഓക്കെ, ഹാപ്പി ജേണി എന്ന് പറഞ്ഞു വിട്ടിട്ട്. എന്തായാലും നല്ല രസമുണ്ടാവും. ഇപ്പോൾ നിങ്ങൾ അമ്പ് ചാടുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ചാക്കോടൊക്കെ പുറത്താ വരുന്നത്. ഞാൻ അടുത്ത അമ്പ് ചാടുമ്പോൾ നോക്കാം എന്താ അവസ്ഥ എന്നുള്ളത്. ചാടുകന്ന് ചാടി ചാടി ചാടി. എന്തോ ഭാഗ്യമുണ്ട്, ആയുസിന് നീളം കൂടുതലാ. ഇത് കണ്ടോ, കല്യാണത്തിന് പോകുന്നൊരു വണ്ടി കണ്ടോ, ഫുള്ള് ഡെക്കറേഷനാണ്. കല്യാണ വണ്ടിക്കും കൂടി ഉണ്ടാവില്ല, എത്ര വലിയ ഡെക്കറേഷൻ. വളിവിട് അണ്ണാച്ചി, വളിവിട്. ഇവിടെ ഉള്ള ഓട്ടോറിക്ഷയൊക്കെ കണ്ടോ, പണ്ട് മനോരമയിലും മംഗളത്തിലൊക്കെ ഉണ്ടാകുന്ന പെണ്ണുങ്ങളില്ലേ അരക്കെട്ട് വളഞ്ഞിട്ടുള്ള അതുപോലുള്ള ഓട്ടോറിക്ഷയൊക്കെ അവിടെ ഉണ്ട്. ഇതെല്ലാം നല്ല രസമുണ്ട് കാണാൻ. അസാധ്യ ബ്ലോക്കാന്നല്ലോ. പണിപാളിയോ ചന്ദ്രേട്ട, പണിപാളിയോ. ഗംഭീര ബ്ലോക്ക് ഗംഭീര ബ്ലോക്ക്. ഭാഗ്യം പോലെ ഉണ്ടാവും ഇനി ഒഴിവാകുന്നത്. ഇവിടെയൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ നോക്കിയും കണ്ട് ഓടിക്കണം, അല്ലെ കാലിൻ്റെ ഇടയിൽ കൂടി വരെ പോയി ഇവര് വണ്ടിയും കൊണ്ട് അജ്ജാതി പോക്കാ പോകുന്നത്. ഇടത്തും വലത്തും മാറി മാറി നോക്കേണ്ട അവസ്ഥ. അയ്യോ എൻ്റെ മോനെ, 4 സൈഡിലും വണ്ടി. ഞാനിപ്പോൾ ഏത് സൈഡിൽ കൂടിയാണല്ലോ പഠിച്ചോനെ പോകണ്ട്. എവിടെ കയറിയാലും വണ്ടി. അയ്യോ പെട്ട് ലോക്കഡ്. ലെഫ്റ്റ് കയറ്റി പിടിച്ചു നോക്കട്ടെ. ലെഫ്റ്റ് സൈഡിൽ JCB. ഇത് പെടും നാശത്തിലേക്കാ നിന്റെ യാത്ര. അതുപോലെ അത് പഠിച്ചോനെ. കിട്ടി മോനെ ഗ്യാപ്പ്. വഴിമാറ് മോനെ മുണ്ടക്കൽ ശേഖര കാക്ക പോട്ടെ. ഇതാണ് ഇതിൻ്റെ അറ്റല്ലേ, ഇനി നീണ്ട് പോവാന്നല്ലോ. എൻ്റെ മക്കളെ ശ്രദ്ധിക്കാൻ കേട്ടോ, ഹൈവേയിലൊക്കെ പോകുമ്പോൾ അവർക്ക് വന്നല്ല, ഇവരല്ലാത്ത നമ്മൾ ശ്രദ്ധിക്കുക. 180 കിലോമീറ്ററോടെ 2.25 മണിക്കൂറേ കാണിക്കുന്നുള്ളൂ. നമ്മളെ നാട്ടിൽ 1 മണിക്കൂർ കൊണ്ട് 40 കിലോമീറ്റർ അല്ല 40 മിനിറ്റ് 30 കിലോമീറ്റർ പോകാൻ, 25-30 കിലോമീറ്റർ പോകാൻ 50 മിനിറ്റ് 1 മണിക്കൂറാണ് സമയം. ഇതെന്താ സുഖമോ, വെറുതെ എക്സ്പ്രസ് ഹൈവേ വരണം എന്നെല്ലാവരും പറയുന്നത്. അത് കുറേ ആൾക്കാർ മുടക്കുന്നവർക്കാണ് ഒരു വണ്ടി ഇട്ടില്ല. എന്തായാലും അവരൊക്കെ ഒന്ന് റോഡ് മേലെയൊക്കെ ഇറങ്ങി വണ്ടിയൊക്കെ ഒന്ന് ഓടിച്ച് പഠിക്കട്ടെ. ഒരു നാടിൻ്റെ വികസനം എന്ന് പറയുന്നത് ഹൈവേ തന്നെയാണ്, അതിലൊരു സംശയവും വേണ്ട അക്കാര്യത്തിൽ. അയ്യോ ഓടിയിട്ട് എത്തുന്നില്ലല്ലോ. ഫുൾ അടിപൊളി റോഡായതിനെ കൊണ്ട് ഒരു ക്ഷീണവും കാര്യങ്ങളും ഒന്നുമില്ല, അതുകൊണ്ടൊരു ബുദ്ധിമുട്ടുമില്ല. ഫുള്ള് സെറ്റാണ്. ലോങ് ആണെന്നുള്ളൊരു വിഷയമേ ഉള്ളൂ. ഏകദേശം ഒരു 100 കിലോമീറ്ററും കൂടി പോയാൽ ഒരു പമ്പുണ്ട്, നയാര പമ്പ് നോക്കിയിട്ട് അവിടെ നല്ല പാർക്ക് ചെയ്യണം. അതിനുള്ള പരിപാടിയാണ് നോക്കുക. മോനെ എജ്ജാതി വ്യൂ. അതെന്താ ഹൊസാപ്പെട്ടി എന്ന് പറഞ്ഞ സ്ഥലം. അത് അപാര വ്യൂ. റൗണ്ട് ആണിട്ട് തീരുന്നില്ല, ഫുള്ള് റൗണ്ട് തന്നെ, തല കറങ്ങുന്നു. അജ്ജാതി റൗണ്ട്. 4-5 റോഡ് പോകുന്നുണ്ട് കേട്ടോ ഇതിലൂടെ. ഫുള്ള് അടിപൊളി, ഒന്നും പറയാനില്ല. വയ്യ ഒന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത ജില്ലയിൽ പോയി തിരിച്ചു വരണം എന്നല്ലാണ്ട് വേറൊരു കുഴപ്പവും കാണുന്നില്ല. ശ്രദ്ധിച്ചില്ലെങ്കിൽ നേരക്ക് വരുന്ന വണ്ടി നമ്മളെയും കൊണ്ട് പോയിട്ട് അടുത്ത പമ്പിൽ ആടെങ്കിലും കൊണ്ടിട്ട് സൈഡാക്കി വെച്ചിരും. എല്ലാവരും ഫാസ്ടാഗിൻ്റെ ആപ്പ് എടുത്ത് കയ്യിൽ വെച്ചോളിട്ടോ. ഇവര് പറയും ഇത് വർക്ക് ചെയ്യുന്നില്ല, നിങ്ങൾ ബ്ലാക്ക് ലിസ്റ്റിലാണുള്ളത്, എങ്ങനെയാണെന്നൊക്കെ പറയൂ.
നമ്മൾ റീചാർജ് ചെയ്താൽ മാത്രം പോരാ. രാജ്മാർഗിൻ്റെ പുതിയ ആപ്പില്ലേ, അതൊക്കെ ചെയ്യണം. അത് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള തെളിവ് നമ്മളെടുത്ത് വേണം. സംസാരിച്ച് നിന്നിട്ട് ഇവരോട് കാര്യമല്ല. അപ്പോൾ എല്ലാവരും അത് എടുത്ത് വെക്കുക. ഞാനിപ്പോൾ ആപ്പുള്ളതിനെ കൊണ്ട് കഴിച്ചിലായതാണ്. പെട്ടുപോയാൽ പെട്ടതാണ്.